നമസ്കാരം, എല്ലാവർക്കും ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു ഒക്കെ വരുവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വിഷു വിഭവം ഉണ്ടാക്കാം. വിഷുക്കഞ്ഞിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ നാട് കോട്ടയത്താണ്. അവിടെ ഞങ്ങൾ വിഷുക്കഞ്ഞി ഉണ്ടാക്കാറില്ല. പക്ഷേ എറണാകുളത്തേക്ക് വന്നപ്പോൾ അവിടെ എല്ലാവരും വിഷുവിൻ്റെ അന്ന് രാവിലെ വിഷുക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും വിഷുക്കഞ്ഞി ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിലാണ് ഇത് ചെയ്യുന്നത്. അരിയും പയറും കൂടി 200 ഗ്രാമേ എടുക്കുന്നുള്ളൂ. വിഷുക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അരി വേണം. അരിയിൽ നമ്മൾ ഉണക്കലരിയാണ് എടുക്കുന്നത്. ഇതാണ് ഉണക്കലരി, പായസത്തിനൊക്കെയുള്ള അരി. ഇത് നല്ലവണ്ണം പേറ്റി നെല്ലോ ഓമിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കഴുകിയെടുക്കണം. പിന്നെ നമുക്ക് വൻപയർ വേണം. വൻപയർ നല്ലവണ്ണം കഴുകിയതിന് ശേഷം തലേ ദിവസമേ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. രാവിലെയാണ് വിഷുക്കഞ്ഞി വെക്കുന്നത്. അപ്പോൾ രാവിലേക്ക് ഇത് കുതിർന്നിരിക്കും. ഇതുപോലെ കുതിർത്തതാണിത്. ഞാൻ അരിയുടെ 3/4 ഭാഗമാണ് നമ്മൾ പയറെടുക്കുന്നത്. കൂടുതൽ പയർ വേണമെന്നുള്ളവർക്ക് അരിയുടെ പകുതിയാണെങ്കിലും എടുക്കാം. ഒരു വലിയ തേങ്ങ ചിരണ്ടി എടുത്തതിന് ശേഷം മിക്സിയിൽ അതൊന്ന് സ്വല്പം വെള്ളം ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം നല്ലോണം പിഴിഞ്ഞു മാറ്റി വയ്ക്കുക. അതാണ് അതിൻ്റെ തലപ്പാല്. പിന്നെ 1 ഗ്ലാസ് വെള്ളമെല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. അത് 2ാം പാല്. പിന്നെ നമുക്ക് 1.5 or 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പീര ഒന്ന് നല്ലോണം അടിച്ചെടുക്കുക. അത് 3ാം പാല്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരയൊന്ന് പാനിയാക്കി വയ്ക്കാം. പിന്നെ നമുക്ക് ഏലക്കയാണ് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ചുക്കുണ്ട്, അതുപോലെ എടുക്കണം. പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ നമ്മൾ വറുത്തിടുവാണ്. നെയ്യിലാണ് ഇതൊക്കെ വറുത്തിടുന്നത്. നെയ്യ് വേണം. പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി വറുത്തിടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വേണ്ടത്. 50 ഗ്രാം പയറും 150 ഗ്രാം അരിയും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം 200 ഗ്രാം ഉണ്ട്. അപ്പോൾ 200 ഗ്രാം ശർക്കരയും എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് അടിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അരിയൊന്നും ഒട്ടും അടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിനകത്തേക്ക് നമുക്ക് 3ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3ാം പാൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കലരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഇട്ട് കൊടുക്കാം. അരിയുടെ 1/3 ഭാഗമാണ് ഞാൻ എടുത്തത്. കൂടുതൽ വേണ്ടവർക്ക് അരിയുടെ പകുതി അളവെടുക്കാം. പായസം പോലെ മധുരമുള്ള ഡിഷസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഇനി കുക്കർ അടച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒന്നുകിൽ നിങ്ങൾ ഫസ്റ്റ് വിസിൽ കേട്ടിട്ട് മീഡിയത്തിലാക്കി വയ്ക്കുക. അങ്ങനെ ഒരു 4 വിസിൽ കേൾക്കുമ്പോഴേക്കും ഓഫ് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് ആവിയെല്ലാം പോയതിന് ശേഷം തുറക്കാം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ അടിക്കുമ്പോഴേക്കും സിമ്മിലേക്ക് ആക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ സിമ്മിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം ആവിയൊക്കെ പോകുമ്പോൾ തുറന്നു കഴിയുമ്പോഴേക്കും നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ 2 രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 4 വിസിൽ കേൾക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതാണ്. നല്ലോണം വെന്തിട്ടുണ്ട്. അരിയും വെന്തു, അതുപോലെ പയറും വെന്തിട്ടുണ്ട്. രണ്ടും ഒരുമിച്ചിട്ടാണ് ഞാൻ വേവിച്ചത്. പായസത്തിനായതുകൊണ്ട് ഇത് നല്ലോണം വെന്ത് കിട്ടുകയും ചെയ്യണം. നിങ്ങളിതുപോലെ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചാൽ മതി. എനിക്കിപ്പോൾ ഇത് കറക്റ്റ് വെള്ളമായിരുന്നു. കറക്റ്റായിട്ട് തന്നെ പറ്റി കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടുമില്ല. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു ഉരുളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഉരുളിയിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കുമായിരിക്കും ടേസ്റ്റ് എപ്പോഴും കൂടുതൽ. ഞാനിപ്പോൾ കുക്കറിൽ തന്നെ ഉണ്ടാക്കി കാണിക്കുവാണ്. ഇപ്പം എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം ഇളക്കിയതിന് ശേഷം 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി അതിൻ്റെ ആ വെള്ളം കുറച്ചൊന്ന് വറ്റണം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഞാൻ ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. 200 ഗ്രാമാണ് അരിയും പയറും കൂടി. അതിന് 200 ഗ്രാം ശർക്കര തന്നെയാണ് ഞാൻ പാനിയാക്കിയത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്നുള്ളവർ 250 ഗ്രാം എടുക്കാം. അതായത് നമ്മൾ അരിയും പയറും എടുത്തതിനേക്കാളും കുറച്ചുകൂടി കൂട്ടിയ അളവിൽ ശർക്കര എടുക്കുക. ഇപ്പം അതും കൂടി ഒഴിച്ചിട്ട് ഇനി നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. നല്ലോണം തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഏലക്കായും ചുക്കും കൂടി പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഒരു 10 ഏലക്കയോളം ഞാൻ എടുത്തിട്ടുണ്ട്.
ചെറിയ കഷ്ണം ചുക്കും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് ഏലക്കയുടെ ഫ്ലേവറൊക്കെ അതിലൊന്ന് പിടിക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റും ഒക്കെ ഒന്ന് വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വിഷുക്കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ 1-ാം പാലും ഒഴിച്ചു. ഇനി നല്ലവണ്ണം ഇളക്കുക. ഇനി ഇത് തിളപ്പിക്കരുത്. ഇനി ഒന്ന് ചൂടായാൽ മാത്രം മതി. പാലൊന്ന് ചൂടാകണം. ഒന്നുകൂടി നല്ലോണം ഇളക്കി തന്നെ കൊടുക്കുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. അടിയൊക്കെ നല്ലോണം ഇളക്കണം. ഇനി ഇത് ചൂടാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇരിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കുറുകും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി വറുത്തത് ഇട്ട് കൊടുക്കാം. നെയ്യിലാണ് വറുക്കുന്നത്. വേണ്ടവർക്ക് തേങ്ങാക്കൊത്തും കൂടി വറുത്തിടാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വിഷുക്കഞ്ഞി ഇവിടെ റെഡിയായി. ചൂടോടുകൂടി തന്നെ എല്ലാവരും കഴിക്കുക. വിഷുവിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.